ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂവമ്പാറ എന്ന് പറഞ്ഞ മനോഹരമായ വില്ലേജിലാട്ടോ. ഈ വില്ലേജ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ച് കളയും. കാരണം ഈ ഒരു ചെറിയൊരു ഭാഗത്ത് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കാണിച്ചു തരാം. ഈ വില്ലേജിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു ടെമ്പിളാണ്. ടെമ്പിളിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാട്ടോ. അത് ഒത്തിരിയേറെ പഴക്കമുള്ള ടെമ്പിളാണ്. ടെമ്പിൾ മാത്രമല്ല, ഇതിന് ചുറ്റും മറ്റ് മതസ്ഥരുടെ ദേവാലയങ്ങളെല്ലാം കാണാൻ പറ്റും. നമുക്ക് മുസ്ലിം മോസ്ക് കാണാം, അതുപോലെ ചർച്ച് കാണാം, എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ. അതായത് നമ്മുടെ നാട്ടിൽ ഒരു വീട്, ഒരു മുറ്റം, അതുപോലെ ഗാർഡൻ, അങ്ങനെയൊക്കെ ചെറിയ സ്പേസ് കാണും. പക്ഷേ ഇവിടുത്തെ വീടുകൾ നിങ്ങളുണ്ടെങ്കിൽ എല്ലാം അട്ടിയായിട്ട് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു മോസ്കാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. അതായത് ഒരു ടെമ്പിൾ ഉണ്ട്, അടുത്ത് ചർച്ച് ഉണ്ട്, മോസ്ക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ മാർക്കറ്റ്, അതുപോലെ ബസ് സ്റ്റാൻഡ്, എല്ലാ കാര്യങ്ങളും. അതായത് ഇവിടെ താമസിക്കുന്നത്, നമ്മൾ താമസിക്കുന്നത് കേരളത്തോടെ താമസിക്കുന്നത് അല്ല താമസിക്കുന്നത്, അടുത്തടുത്താണ്. ഓരോ വീടിനോടും തൊട്ടുരുമിയാണ് അടുത്ത വീടിരിക്കുന്നത്. ഒത്തിരി അകലമൊന്നുമില്ല, സ്പേസ് തീരെ കുറവാണ്. ചിലപ്പം ഒരു വീടിനോട് ചേർന്ന് തന്നെയാണ് അടുത്ത വീടും ഇവർ ക്രമീകരിച്ചേക്കുന്നത്. ഒരു സിനിമ തിയേറ്റർ ആയിരിക്കും ഇവിടെ ഉള്ളതെന്ന് വിചാരിച്ചു. പക്ഷേ സിനിമ തിയേറ്റർ അല്ല കേട്ടോ. ഇവിടെ ഒരു ബർത്ത്ഡേ ആണെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും വലിയ വലിയ ഫ്ലക്സ് ബോർഡുകളാണ് വെക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, ഒത്തിരിയധികം വലിയ വലിയ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളാണ് ഇവിടെ വെക്കുക. നമ്മൾ ഈ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ, തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ റോഡുകളാട്ടോ. ചില സ്ഥലങ്ങളിലൊന്നും പ്രോപ്പറായിട്ടുള്ള ടാറിങ് പോലും കാണില്ല, വീതി കുറഞ്ഞ ചെറിയ റോഡുകളാണ്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ. ഇവിടുത്തെ മാർക്കറ്റിൽ കുറേയധികം കാർഷിക വിളകളുണ്ട്. മെയിനായിട്ട് ഇവർ വിൽക്കുന്നത് വെളുത്തുള്ളി ആട്ടോ. ഇഷ്ടംപോലെ വെളുത്തുള്ളി കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് റേറ്റ് കണ്ടമാനം കൂടുതലാട്ടോ. നേരത്തെ ഞാനൊരു സ്ഥലത്ത് നോക്കിയപ്പം, ഇതിന് തൊട്ട് മുമ്പത്തെ ഒരു വില്ലേജ് നോക്കിയപ്പോൾ വില കുറവായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര വില കൂടുതലാണ് നാട്ടിലേക്കാരും. അതിന് റീസണായിട്ട് പറയുന്നത് ഇത് ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളിയാണ്. അതുപോലെ ഇവിടെ കൂടുതലും കുതിരകളായിട്ട് ഉപയോഗിക്കുന്നത്. കുതിരകൾ ഉപയോഗിച്ചാണ് ഇവർ ഈ കാർഷിക വിളകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. കാരണം ഈ റോഡൊക്കെ മോശമായതുകൊണ്ട് തന്നെ വലിയ വലിയ വണ്ടികളൊന്നും വരില്ല. അതുകൊണ്ട് കുതിര ഉപയോഗിച്ചാണ് ഇവർ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടത്തുന്നത്. പക്ഷേ ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഈ ഒരു മാർക്കറ്റിൽ എല്ലാവിധ കാർഷിക വിളകളും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ വീട്ടിലേക്ക് വാങ്ങിക്കേണ്ടത് അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടുകാരുടെ വീടുകൾ മുഴുവൻ വളരെ ചെറിയ വീടുകളാട്ടോ. ഇവൻ വലിയ പൈസയുള്ള ആൾക്കാരുടെ വീടുകൾ പോലും വളരെ ചെറിയ വീടുകളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ അവർക്ക് സമാധാനമുണ്ട്. അവർക്ക് ലോണിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ബാങ്കുകളൊക്കെ വളരെ കുറവാണ്. മീൻസ് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ബാങ്കുകളൊക്കെ വളരെ കുറവാണ്. കാരണം ഉള്ള ബാങ്കിൻ്റെ ഫ്രണ്ടിൽ പോയി നമ്മുടെ നാട്ടിലേക്കാണ് ലോൺ ഫെസിലിറ്റിക്ക് അവൈലബിൾ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒരു ബാങ്ക്. പിന്നെ ഇവിടെ എനിക്ക് കൂടുതലും മനസ്സിലായി കാര്യമുണ്ടെങ്കിൽ ഇവിടെ സ്ത്രീകൾ കൂടുതലും പണികളിൽ ഏർപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്ത്രീകൾ സീരിയലൊക്കെ കണ്ട് വീട്ടിലിരിക്കും. പക്ഷേ ഇവിടുത്തെ സ്ത്രീകൾ അങ്ങനെയല്ല. ഇവർ നേരം വിളിക്കുന്നത്, അതായത് വെളുപ്പാങ്കാലം തൊട്ടേ ഓരോരോ പണികളിൽ ഏർപ്പെടും. കച്ചവടമാണെങ്കിൽ കച്ചവടം, അല്ലെങ്കിൽ ചിലരാണെങ്കിൽ അവർ കാർഷിക വിളകൾ ചുവന്നുകൊണ്ട് പോകുന്നു, മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ഓരോരോ പണികളിൽ ഏർപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല പ്രായമായിട്ടുള്ള സ്ത്രീകൾ പോലും ഓരോരോ കച്ചവടങ്ങളിലും ഓരോരോ രീതിയിൽ അവർ പൈസ ഉണ്ടാക്കുന്നതായിട്ട് കാണാം കേട്ടോ. അവർ വെറുതെ ഇരിക്കുന്നില്ല, വെറുതെ വീട്ടിൽ ആയിരുന്നു തന്നെ ഇരിക്കുന്നില്ല. എല്ലാവരും ഏതെങ്കിലും മേഖലയിൽ അവർ എപ്പോഴും വ്യാപൃതരാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.